നമസ്കാരം, മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതിയായ കെ.എ. രതീഷ് രാജിവെച്ചു. ഖാദി ബോർഡ് സെക്രട്ടറി, റുട്ടോണിക്സ് എം.ഡി സ്ഥാനങ്ങളാണ് രാജിവെച്ചത്. രാജിവെക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശം നൽകിയിരുന്നു. പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാനിരിക്കെയാണ് രാജി. ഉന്നത സ്ഥാനത്ത് തുടരുന്നതിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു രാജിവെക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നൽകിയത്. രതീഷ് കശുവണ്ടി വികസന കോർപ്പറേഷൻ എം.ഡി ആയിരിക്കെ കശുവണ്ടി ഇറക്കിയതിലൂടെ ഖജനാവിന് 600 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ. കേസിൽ ഒന്നാം പ്രതിയാണ് കെ.എ. രതീഷ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ബുധനൊഴികെ അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് പ്രവചനം. നാളെ 10 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ മാധ്യമങ്ങൾ നടത്തുന്ന നുണപ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങി CPIM. പയ്യന്നൂരിലെ മാധ്യമ നുണപ്രചാരണം തിരിച്ചറിയണമെന്ന് CPIM പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു. പയ്യന്നൂർ ഏരിയയിലെ സംഘടനാ വിഷയം ജില്ലാ സെക്രട്ടേറിയറ്റോ ജില്ലാ കമ്മിറ്റിയോ ചർച്ച ചെയ്തിട്ടില്ലെന്നും ചില മാധ്യമങ്ങളിൽ വരുന്ന നുണപ്രചാരണം തിരിച്ചറിയണമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. കാലങ്ങളായി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ തുടരുന്ന സംഘടിത നുണപ്രചാരണങ്ങളുടെ ബാക്കിയാണിത്. ഒരു തരത്തിലുള്ള സംഘടനാ വിഷയവും നിലവിൽ ചർച്ചയ്ക്കെടുത്തിട്ടില്ല. ബോധപൂർവ്വം നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി. മിഡ് ഡേ ന്യൂസിൽ ഇടവേള. AKG Memorial Cooperative Hospital, Kannur. India Hospital, Pamban Madhavan Road, Thalappu, Kannur. Phone 04972 761303. കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് തകർന്നു. അപകടത്തിൽ കാർ യാത്രികന് പരിക്കേറ്റു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കനത്ത മഴയിൽ വെള്ളം കയറി ചെറുപുഴയ്ക്ക് സമീപം മീൻതുള്ളിയിലെ സൂര്യ PR എന്ന സംരംഭകയുടെ കേരള ചിക്കൻ ഫാമിലെ 6300 കോഴികൾ ചത്തു. 39 ചാക്ക് കോഴിത്തീറ്റ ഒഴുകിപ്പോയി. കുടുംബശ്രീയിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വളർച്ചയെത്തിയ ശേഷം കുടുംബശ്രീക്കു തന്നെ തിരിച്ചു നൽകുന്ന ബൈബാക്ക് വ്യവസ്ഥയിലായിരുന്നു ഫാം നടത്തിയിരുന്നത്. പുതുതായി തുടങ്ങിയ ഫാമിലെ പൂർണ്ണ വളർച്ചയെത്തിയ കോഴികളാണ് ചത്തത്. കോഴികളുടെ വില, തകർന്ന ഷെഡ്, നശിപ്പിക്കപ്പെട്ട തീറ്റപാത്രങ്ങൾ, മോട്ടോർ പമ്പ് എന്നിവയുൾപ്പെടെ സംരംഭകയ്ക്ക് 3 ലക്ഷം രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കുന്നു. കുടുംബശ്രീക്ക് 20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് കണക്കാക്കുന്നത്. സംഭവസ്ഥലം ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ്, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി S എന്നിവരടങ്ങിയ സംഘം സന്ദർശിച്ചു. കണ്ണൂർ പനങ്കാവ് മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗുരുപൂർണിമ ആഘോഷം നടന്നു. മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരിയുടെ നേതൃത്വത്തിൽ രാവിലെ ഗുരുപാദുക പൂജയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. അമൃതാനന്ദമയി മഠവും അനുബന്ധ സ്ഥാപനങ്ങളും ചേർന്ന് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലഹരിമുക്ത ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിമുക്ത പ്രതിജ്ഞ നടന്നു. തുടർന്ന് മഹാധന്വന്തരി ഹോമം, ഗുരുപൂർണിമ സന്ദേശം, ഭജന എന്നിവയും നടന്നു. തുടർന്ന് മംഗളാരതി, അമൃതപ്രസാദം എന്നിവയോടെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആഘോഷ പരിപാടികൾക്ക് സമാപ്തിയായി. സ്ഥാവരം ജംഗമം വ്യാപ്തം യത്കിഞ്ചിത് സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ചിന്മയം വ്യാപ്തിയ സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവശ്രുതിശിരോരത്ന വിരാജിതപദാംബുജഃ വേദാന്താംബുജസൂര്യോ യഃ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വ്യാജ സ്വർണം പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കണ്ണൂർ ചക്കരക്കല്ല് പോലീസ് അറസ്റ്റ് ചെയ്ത 3 പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പെർളശ്ശേരി കോപ്പറേറ്റീവ് ബാങ്കിന്റെ വെള്ളച്ചാൽ ഈവനിംഗ് ബ്രാഞ്ചിലാണ് പ്രതികൾ സംഘടിതമായി തട്ടിപ്പ് നടത്തിയത്.
കൂടാളി സ്വദേശി മുഹമ്മദ് അഫ്നാസ്, ഇരുവേരി സ്വദേശികളായ ധനേഷ് ബാബു, മുനീർ ചന്ദ്രോത്ത് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. പ്രതികളായ ധനേഷും മുനീറും ചേർന്നാണ് വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പലതവണയായി ഈ ബാങ്ക് ശാഖയിൽ പണയം വെച്ചത്. വ്യാജ ആഭരണങ്ങൾ പണയം വെച്ച് 17,20,000 രൂപയോളം തട്ടിയെടുക്കുകയായിരുന്നു. ചെമ്പിലും മെഴുകിലും തീർത്ത ആഭരണങ്ങളിൽ സ്വർണം പൂശിയാണ് ഇവർ തട്ടിപ്പിന് ഉപയോഗിച്ചത്. ഈ വ്യാജ ആഭരണങ്ങൾ ധനേഷിനും മുനീറിനും എത്തിച്ചു നൽകിയത് കൂടാളി സ്വദേശിയായ അഫ്നാസാണെന്ന് പോലീസ് കണ്ടെത്തി. ബാങ്ക് മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചക്കരക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കണ്ണൂർ 1 കണ്ണൂർ. മിഡ് ഡേ ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.